ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധിയും നീട്ടി. എം മനോജുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ജാമ്യാപേക്ഷ എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പോൾ ബുധനാഴ്ചത്തേക്ക് മാറ്റുന്നത്? ഒപ്പം സുധീഷ് കുമാർ കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ മുരാരി ബാബു ഇറങ്ങിയിരുന്നു. അതായത് SITയെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കോടതി സ്വാഭാവികമായ ജാമ്യം നൽകുന്നു. തീർച്ചയായും ഗൗതം, മൂന്നാമതൊരാൾ കൂടെ ഈ കേസിൽ പുറത്തേക്ക്, അതായത് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് മുരാരി ബാബുവാണ്. രണ്ടാമതായി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ ജാമ്യത്തിലിറങ്ങി. ഇതാ മൂന്നാമതായി സുധീഷ് കുമാറും ജാമ്യത്തിലിറങ്ങുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് 2 കേസുകളിലും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ച് നൽകിയത്. അതിൻ്റെ പ്രധാന കാരണം 90 ദിവസം പൂർത്തിയാകുമ്പോഴും SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതികൾക്കും അങ്ങനെ ജാമ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ കേസിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ച് കൂടുതൽ വാദം കേൾക്കുവാൻ വേണ്ടിയാണ് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വാദം കേൾക്കുന്നതോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും 90 ദിവസം പൂർത്തിയായതിനാൽ സ്വാഭാവികമായും ജാമ്യം ലഭിക്കാനാണ് സാധ്യത. അതിനു മുമ്പായെങ്കിലും SIT കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. പക്ഷേ ഇതുവരെയും SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. SITയുടെ മെല്ലപ്പോക്ക് കാരണം മുഖ്യപ്രതിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ മറ്റൊരു പ്രതിയായിട്ടുള്ള എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള പ്രതികൾ കോടതിയെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി സമീപിക്കും. ജാമ്യ ഹർജികളുമായി എത്തുമ്പോൾ കോടതിക്ക് അവിടെ വിവേചനം കാണിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും ഈ പ്രതികൾക്കടക്കം ജാമ്യം അനുവദിച്ച് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും എത്രയൊക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്താലും അവരൊക്കെ തന്നെ ജാമ്യം നേടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും SITക്കെതിരെ ഉയർന്ന വിമർശനം അത് ചെറുതല്ല. കാരണം ഇത്രയും കാലമായിട്ടും എന്തൊക്കെയാണ് കോടതിയെ ബോധിപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ SITക്ക് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നത്. എന്തായാലും സുധീഷ് കുമാർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജയിൽ മോചിതനാകും. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഈ വിജിലൻസ് കോടതിയിൽ നിന്ന് പുറത്തു വരും. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജാമ്യം അനുവദിച്ച് നൽകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കം ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തെത്തി ജയിലിൽ നിന്നും സുധീഷ് കുമാറിനെയും ജയിൽ മോചിതനാക്കും. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ശബരിമല കൊള്ളക്കേസിലെ, അതായത് ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തിയ ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. മനോജ്, അതായത് ഇനിയും ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ശബരിമലയിൽ ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ട് പോയതിൽ അമർഷമുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ കേന്ദ്ര ഏജൻസികളാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ED ഇപ്പോൾ നടപടി കടുപ്പിക്കുകയാണ്. ഇത് 5 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ കേന്ദ്ര ഏജൻസികൾ തന്നെയാണ്. കാരണം SITയുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു ചർച്ചയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായും അതുതന്നെയാണ്. EDയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതിലാണ് ജനങ്ങൾക്ക് കൂടുതലും പ്രതീക്ഷയുള്ളത്. SITയെ സംബന്ധിച്ചിടത്തോളം SIT ആദ്യഘട്ടത്തിൽ കുറച്ചു പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു എന്നതല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾ മനോജിലേക്ക് എത്താം. VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഇപ്പോൾ ഇതാ സുധീഷ് കുമാർ കൂടി ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നൽകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം ഇടക്കാല കുറ്റപത്രം പോലും SIT നൽകിയിട്ടില്ല. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. കാരണം നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതികൾക്ക് ഇവർക്ക് ജാമ്യം കൊടുത്തേ സാധിക്കുകയുള്ളൂ. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം ഫയൽ ചെയ്തില്ലെങ്കിൽ ജാമ്യം കിട്ടുക എന്നുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഗുരുതരമായൊരു കേസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇതിന്റെ ഗുരുതരമായ സാഹചര്യം പരിഗണിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്. ഞങ്ങളോടുകൂടി ഇതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതായി മാറണം, ഇനി ആരും ഇതിനകത്തേക്ക് കടന്നു വരരുത് എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇതിനകത്ത് SIT അവലംബിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ഇതുവരെ അറസ്റ്റ് ചെയ്ത വ്യക്തികളെക്കാൾ ഉയർന്ന ലെവലിലുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യരുത്. ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകണം.
എന്നുള്ള വളരെ വലിയൊരാഗ്രഹം SITക്കുണ്ട്. SIT അപ്രകാരം ആഗ്രഹിക്കുന്നതിന്റെ കാരണം അവരുടെ മുകളിലുള്ള സമ്മർദ്ദമാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്കും പിണറായി വിജയനിലേക്കും AK സെന്ററിലേക്കും ഒന്നും ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിധമായ അന്വേഷണവും പോകരുത് എന്നുള്ള ആത്മാർത്ഥമായ സമീപനം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഇവരൊക്കെ ജാമ്യം കിട്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തു നിൽക്കുന്ന കുറ്റവാളികളെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന വ്യക്തികൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിയവരുമായി സംവദിക്കാനുള്ള അവസരമുണ്ടാകും. അങ്ങനെ ഒരു സംവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്തൊക്കെയാണ് ചോദിച്ചത്, ഞങ്ങൾക്കെതിരായിട്ട് വല്ലതും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളോ ഇവരോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് ഇനി ഏതെങ്കിലും രീതിയിൽ അറസ്റ്റിലാകേണ്ടവരുണ്ട് എങ്കിൽ അവർക്ക് കഥകൾ ഉണ്ടാക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ കേസിനെ ബലഹീനപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ജാമ്യം ഉടൻ തന്നെ മാലപ്പടക്കം പോലെ ബാക്കിയുള്ളവർ ഉടനെ പുറത്തോട്ടിറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കും. SITക്ക് എന്താണ് ഇത്ര മടി? ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിച്ചാല് ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാമല്ലോ. കാരണം പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ട്യാ ഇത്രയും ആൾക്കാർ കുറ്റക്കാരായതുകൊണ്ടാണല്ലോ ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടത്. അതുകൊണ്ട് ഒരു സ്വാഭാവികമായ ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് SITയുടെ മുകളിലുള്ള വലിയൊരു സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മനോജിലേക്ക് വീണ്ടും പോവുകയാണ്. മനോജ്, നേരത്തെ നമ്മൾ ഈ കേന്ദ്ര ഏജൻസിയിൽ മാത്രമാണ് ഇനിയും പ്രതീക്ഷ എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മനോജ് തുടരും. തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. കാരണം ആദ്യഘട്ടത്തിൽ SIT അറസ്റ്റിലേക്കൊക്കെ നീങ്ങുമ്പോൾ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും, മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പ്രത്യേക അന്വേഷണ സംഘം പോകുമെന്നുള്ളത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം അത് നേരിട്ട് തന്നെ നമ്മൾ അറിഞ്ഞതാണ്. ആ സമയത്തൊന്നും തന്നെ ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ SIT പോയിരുന്നില്ല. അതിനുശേഷം വീണ്ടും ED അന്വേഷണത്തിലെത്തുമ്പോൾ EDയുടെ അന്വേഷണത്തെ എതിർക്കുന്ന ഒരു സമീപനം, EDക്ക് തെളിവുകൾ നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ED മറ്റ് രീതിയിലുള്ള അന്വേഷണങ്ങൾ, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ പോലും, അതായത് ഒരു പ്രതി അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ട് പോലും ED വേണ്ട നടപടിക്രമങ്ങൾ, അതായത് ഇടക്കാല കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത് കൂടുതലും കേന്ദ്ര ഏജൻസികളെ കേന്ദ്രീകരിച്ചാണ്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് വിശ്വാസികളടക്കം കാണുന്നത്. കാരണം കൃത്യമായിട്ടുള്ള പ്രതികളെ ഈ കേസിൽ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജാമ്യത്തിൽ വിടുവാനുള്ള ഒരു സാഹചര്യം SIT ഒരുക്കി കൊടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് വലിയ ചോദ്യം ഉയരുന്നത്. ഇതിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ചോദ്യം ചെയ്യാനുള്ളവരുമായി ഇവർ കണ്ടുമുട്ടുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനുമേൽ ഉണ്ടാകുമോ, ഉന്നതരിലേക്ക് അടക്കം അന്വേഷണം എത്തുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ പ്രതികളിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിക്കുമോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും അന്വേഷണ സംഘത്തിനും ബോധ്യമുണ്ടാകും. അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ നീങ്ങാൻ സാധിക്കുമെന്നുള്ളത് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കണമെന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഒരു ആരോപണം. ഓക്കെ മനോജ്, എന്തായാലും ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി ചേരുകയാണ്. ശശികല ടീച്ചർ, ഇപ്പോൾ ഇതാ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഘട്ടം ഘട്ടമായി ഈ ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. കോടതിക്ക് ജാമ്യം നൽകുകയല്ലാതെ മറ്റൊരു നീക്കം നടത്താൻ സാധിക്കുകയില്ല. കാരണം ഇടക്കാല കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടുമില്ല. ടീച്ചർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അവസാനം അയ്യപ്പനെ പിടിച്ച് ജയിലിലിടാൻ മതിയായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് ഇറക്കി വിട്ടിട്ട് അയ്യപ്പനെ പിടിച്ച് ജയിലിലിടാൻ സർക്കാർ എത്രമാത്രം ശ്രമിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു ഭക്ത എന്ന നിലയിലുള്ളൂ. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒന്നാകെ നാണക്കെടുത് ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഭരണകൂടത്തിന് ഇത്തരം ഇത്രയും വലിയ പ്രമാദമായ വിഷയത്തിൽ പോലും നീതി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഒരു വോട്ടർ എന്ന നിലയിൽ നമുക്ക് നമ്മളെ പറ്റി തന്നെ പുച്ഛം തോന്നുന്ന ഒരവസ്ഥയാണ്. ഇത്രയും ജനങ്ങൾ ഇത്രയും വിഷമിച്ച, ഇത്രയും വേവലാതിയോടുകൂടി കണ്ട ഒരു വിഷയത്തില് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നതിന് എന്തിനാണ് ഇതിന് അറസ്റ്റ് നടത്തിയത്? എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഇളക്കുന്ന വിധത്തിലുള്ള വാർത്ത ഉണ്ടാക്കിയത്? ഇനി ഇതിന്റെ എല്ലാവരും ഇറങ്ങി വരും. ഇത് ആദ്യം മുതലേ നമ്മളൊക്കെ ഈ ആശങ്ക പങ്കുവെച്ചതാണ്. മാത്രമല്ല, ഇത് കോടതിയിൽ ചെന്നാൽ ഇപ്പൊ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മാത്രമല്ല, കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്കെടുത്താൽ ഇവരിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ല.
കാരണം അങ്ങനെ ശിക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ഈ കേസ് ഗൗരവമായി ഫ്രെയിം ചെയ്തിട്ടില്ല. ഇതിനകത്ത് വേണ്ടത്ര ലൂപ്പ് ഹോളുകൾ യഥേഷ്ടം ഉണ്ടാക്കി പ്രതികൾക്ക് മൊഴി പഠിപ്പിച്ചു കൊടുത്ത് അതിനൊക്കെയുള്ള സംവിധാനത്തിലാണ് പോയിരിക്കുന്നത്. ഇതിപ്പോ ഈ ഇലക്ഷൻ വരെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, ഒപ്പം സ്വന്തം സഖാക്കളെ രക്ഷിച്ചെടുക്കുക. ഒരിക്കലും ഒരു നിയമത്തിന്റെ മുന്നിൽ പിടി കൊടുക്കാതെ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചു. അയ്യപ്പന്റെ ഒരുപക്ഷെ വിഗ്രഹം മൂലവിഗ്രഹം പോലും പോയോ എന്നറിയാത്ത വിധത്തിലേക്ക് എല്ലാം നിർത്തി അവർക്ക് അതിന്റെ സമ്പത്ത് കിട്ടി. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടുന്നു, SIT അതാണ്, SIT ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കുക. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ സഖാക്കൾ ആരും ശിക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇവരൊക്കെ ജാമ്യം നേടി ഇറങ്ങിപ്പോരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായൊരു കുറ്റപത്രം ഉണ്ടാക്കാൻ അവർക്ക് ഇപ്പോഴും ഇരുട്ടി തപ്പില്ലേ ഇത്. കാരണം എന്തുകൊണ്ട് കുറ്റപത്രമാണ് പേപ്പറിൽ എന്തെങ്കിലും ക്ലിയറാക്കിയേ പോരല്ലോ. അന്വേഷണം എവിടെ എത്താത്തത് കൊണ്ടല്ലേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത്. അപ്പൊ എത്തിക്കരുത് എന്ന വാശിയുണ്ട്. ഇപ്പോൾ എന്താണ് പോയത്, എവിടേക്കാണ് പോയത്, ആരാണ് അടിച്ചത്, ഇത്തരം ഒരു കാര്യത്തെ പറ്റിയും തീർച്ചയില്ലാതെ ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്നു, എന്തെങ്കിലും കാണുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളുടെ മൊഴിയിൽ നിന്ന് വേറൊരാളുടെ പേര് വരുന്നു. അത് പർപ്പസ്ഫുള്ളി പറയുകയാണോ അതോ ഉണ്ടായിട്ട് പറയുകയാണോ നമുക്കറിയില്ല. അടുത്തയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ മൊഴികൾ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് അപ്പുറത്ത് മൊഴികൾ, ഈ പ്രതികൾ പറയുന്ന മൊഴികൾ എത്രത്തോളം വാസ്തവമാവും നമുക്ക് പറയാൻ സാധിക്കും. ഈ മൊഴികൾ വെച്ച് അറസ്റ്റിലേക്ക് പോകുന്നത് ഒഴിച്ചാൽ സത്യസന്ധമായി എന്തെങ്കിലും വിവരം കണ്ടെത്തി അല്ലെങ്കിൽ തെളിവുകൾ എടുത്ത് തൊണ്ടി മുതൽ കണ്ടെത്തി ഇവരെ അത്തരത്തിൽ ആ സ്ഥലത്ത് പോയി ചോദ്യം ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെറും ഒരു പൊറാട്ട് നാടകമായി അവസാനിക്കും എന്ന വിഷമം അത് മലയാളിയുടെ യോഗമായി പോകുന്നു എന്നേ പറഞ്ഞാൽ. ശരി, വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITയുടെ ഇടപെടലിലൂടെ തന്നെ ഇപ്പോൾ ഇതാ ഓരോ പ്രതികളും ജാമ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ഇതുവരെ അറസ്റ്റിലായ എല്ലാ പ്രതികൾക്കും വരും ദിവസങ്ങളിൽ കോടതി ജാമ്യം നൽകും. ഹിന്ദു ഐക്യവേദിയും VHPയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം SITക്കെതിരെ ഉയർത്തുകയാണ്. M മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേർന്നത്.